അപ്പോൾ ഫ്ലൈ വിത്ത് ഷഹാനയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു ബിസി ഡേ ആട്ടോ, നോമ്പാണ്, സുന്നത്ത് നോമ്പാണ്. അപ്പോൾ ഞാൻ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ രാവിലെ തന്നെ വലിയൊരു പണി കിട്ടിയെന്ന് എനിക്കെൻ്റെ വാഷിംഗ് മെഷീന് പണിയായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് വാഷിംഗ് മെഷീനിൽ ഭയങ്കര സൗണ്ടും അടിയിൽ കൂടെ വെള്ളം ലീക്കായി പോണ പ്രശ്നമായിരുന്നു. അപ്പോൾ അവിടുന്ന് LGൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വന്നപ്പോൾ പറഞ്ഞു വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിന് കംപ്ലൈൻറ്റ് അയക്കണേ. അപ്പോൾ നമ്മളത് സൗണ്ട് വന്നപ്പോൾ തന്നെ അവരോട് പറയേണ്ടതായിരുന്നു. അപ്പോൾ സൗണ്ട് വന്നിട്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഡാമേജായി, അതാണ് അടിയിൽ കൂടെ വെള്ളം ലീക്കാവണം. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ എമൗണ്ടും ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാനും. അപ്പോൾ അതിൻ്റെ സൈഡിലുണ്ടാവുന്ന ആ പഞ്ഞി സ്പോഞ്ച് സാധനങ്ങളൊക്കെ എലി കൊടുന്നിട്ട് മേലെ കൊടുന്ന് വെച്ചിരിക്കണം. എലി കയറുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായിക്കണത് തന്നെ. ഒന്നാമത് ഗ്രില്ലിൻ്റെ അടുത്തല്ലേ, അപ്പോൾ എലിക്ക് വരാനും എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ ഉച്ചക്കൊക്കെയുള്ള മുട്ട പൊരിച്ചത്, പുളിങ്കറി, പിന്നെ കൂന്തൾ, നമ്മളെ മമ്പയർ ഉപ്പേരി ഒക്കെ റെഡിയാക്കി വെച്ചിക്കാട്ടെ. എനിക്കും നോമ്പാണ്, അപ്പോൾ വീട്ടിലുള്ളവർക്കുള്ള ഫുഡാട്ടോ. അപ്പോൾ ഇതാ മുട്ടൊക്കെ പുഴുങ്ങാൻ വെച്ചിക്കണേ ഞാൻ. അതിൻ്റെ അപ്പുറത്തുള്ള അടുപ്പത്ത് ഉള്ളി വാട്ടാനും വെച്ചിക്കണ. ഉള്ളിയിൽ പച്ചമുളക് വേണം കേടാ, പച്ചമുളക് ഇട്ടിട്ടില്ല ഞാൻ, കുട്ടികളൊക്കെ കഴിക്കാനുള്ളതല്ലേ. നമ്മളെ കരിവേപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മാത്രം ചേർത്താൽ മതിട്ട് ഉള്ളി വാട്ടണമെങ്കിൽ. പക്ഷെ നല്ല വാടി വരണം ഉള്ളി. അങ്ങനെ അതൊക്കെ ചേർത്തങ്ങാണ്ട് ഉള്ളി വാട്ടുക കേട്ടോ. കരിവേപ്പിൻ്റെ ഇല കുറച്ചൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പപ്സ് ആക്കാമെന്ന് വിചാരിച്ചേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് അവിടെ ഹസ്ബൻഡിൻ്റെ അമ്മാക്കോട് നാത്തൂനൊക്കെ വരുന്നുണ്ട്, അവർക്കും കൊടുക്കുക. അതാണ് 10 കോഴിമുട്ടൊക്കെ എടുത്തിക്കണ 20 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ക്ലീനിങ് പരിപാടിക്കൊക്കെ പോയി. നമ്മളിപ്പോൾ 2 പ്രാവശ്യം തുടച്ചാലും കുട്ടികളുണ്ടാകുമ്പോൾ ഒരു കഥയിക്കാരല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരത്തെ പരിപാടി ഇട്ടത്. അപ്പോൾ നല്ല കൈതച്ചൊക്കെ കൊടുന്നിക്കണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ട് അതൊക്കെ ചെത്തി റെഡിയാക്കുക കേട്ടോ. അപ്പോൾ അവിടെ മുട്ട പുഴുങ്ങിയതൊക്കെ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചൊക്കെ അവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തൊലിക്കണം. പിന്നെ പൈനാപ്പിൾ ചെത്തി ജ്യൂസ് അടിക്കണം. അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. പിന്നെ നമ്മളെ പപ്സിക്ക് വേണ്ട മാവ് റെഡിയാക്കണം, ചപ്പാത്തി പരത്താൻ. അപ്പോൾ മോന് സ്കൂളിട്ട് വന്നിക്കണെന്ന് നേരത്തെ വിട്ടിക്കണം അവൻ്റെ സ്കൂൾ. അപ്പോൾ അവന് നോമ്പുണ്ട്. അപ്പോൾ അവനായിട്ട് വീഡിയോ എടുത്ത് തന്നെ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലാട്ട ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴക്കൽ. കാരണം നല്ല നമ്മൾ പപ്സ് ഉണ്ടാക്കുമ്പോൾ ഉള്ളു വെന്തിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതിന് ആ മുട്ടൊക്കെ തൊലി കളഞ്ഞ് നല്ല കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ മാവ് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ അത് നല്ല കണക്കാക്കി 20 ബോളും ആക്കി അതിട്ട് ഞാൻ ചപ്പാത്തി പരത്തൽ. അധികം വലിയ ബോളാക്കി എടുക്കണ്ട, കാരണം നമ്മൾ കുറേ വലുതായി നമുക്ക് മടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറിയ ബോളാക്കിയിട്ട് തന്നെ നമുക്ക് പരത്തുക നല്ലത് കേട്ടോ. അപ്പോൾ അത് ഒന്നിൽ ഞാൻ പ്രസ്സിൽ അമർത്തുന്നുണ്ട്, പരത്തുന്നുണ്ട്. അപ്പോൾ തന്നെ സമയം 5 മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കണ്. അപ്പം ചെറിയ ആൾ എണീറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇവരെ ഒച്ചപ്പാടുകൊണ്ട് അവൻ്റെ വർക്കൊക്കെ പകുതി ആയപ്പോൾ കഴിഞ്ഞിട്ട് അവന് എണീറ്റ് വന്നിക്കണ്. അപ്പോൾ അവനമ്മ മേലെന്ന് വന്നിട്ട് എടുത്തുകൊണ്ട്. അപ്പോൾ പത്തിരിയും കറിയൊക്കെ അവിടെ അമ്മ കൊടുത്തയക്കൂട്ടെ. കറി വെക്കാൻ അവിടെ ഒരു താത്ത വരും. പത്തിരി നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് ഒരു താത്ത ഉണ്ടാക്കി കൊണ്ടുവരലാണ് നോമ്പിനും ഇങ്ങനത്തെ സുന്നത്ത് നോമ്പിനും കാര്യങ്ങൾക്കൊക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികൾക്കും കൂടെ ഉള്ള പത്തിരി അങ്ങനെ കൊണ്ടുവരലാണ്. അപ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഈ ഒരു ജ്യൂസ് അടിക്കാനും ഈ പപ്സ് ഉണ്ടാക്കാനും മാത്രമേ. പിന്നെ ഞാൻ വെറുതെ പൊരിക്കടി പുറത്തുനിന്ന് കൊണ്ടുവരണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചാണ്. ഇപ്പം മോന് ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പണിക്കൊന്നും വല്ലാതെ നിൽക്കൽ. കാരണം ഇവന് ഈ ചൂടുള്ള അടുപ്പ് കണ്ട അപ്പം അതിൻ്റെ അടുത്ത് വന്ന് നമ്മളെ കാലം ഇങ്ങനെ കയറി നിൽക്കും. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ അത് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. പിന്നെ എഗ്ഗൊക്കെ കുട്ടികൾക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ചെല്ലും. എൻ്റെ മോൻ അങ്ങനെ എഗ്ഗൊന്നും കഴിക്കൂല. അപ്പോൾ ഇത് വലിയ പാത്രത്തിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് ഒരു പ്രാവശ്യം തന്നെ നമുക്ക് 5 6 ഇടാൻ കഴിയുന്നതുകൊണ്ട് പെട്ടെന്ന് പൊരിച്ച് പരിപാടി കഴിഞ്ഞിട്ടോ. അതിലൊന്ന് എൻ്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോയിക്കണ്. ഞാൻ മടക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ്. പക്ഷേ എൻ്റെ അടുത്താണെങ്കിൽ ടിഷ്യൂ പേപ്പറും കഴിഞ്ഞിരിക്കണം ആ എണ്ണ ഒന്ന് ചോരാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ല എണ്ണയൊക്കെ ഊറ്റിയെടുത്താണ്. അപ്പോൾ ഇത് റെഡി ആയിക്കണത്. പകുതി ഉമ്മാക്കും കൊടുക്കണം, പകുതി ഇവിടെ എടുക്കണം.
പിന്നെ ഹസ്ബൻഡും ഉള്ളതല്ല, ഹസ്ബൻഡിനും ഈ പപ്സ് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഈ കൈതച്ചക്ക ജ്യൂസിനൊരു കുഴപ്പമുണ്ട്, ഈ സാധനം നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ഇങ്ങനെ ഒന്നാകെ പതയിക്കാരം. അപ്പോൾ അത് നമുക്ക് പറക്കാൻ നേരത്ത് ഒഴിക്കുമ്പോൾ കണ്ടില്ല അതിൻ്റെ അവസ്ഥ. പിന്നെ ഞാനാണെങ്കിൽ അപ്പോൾ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞത് ഇളക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതിന് ബാങ്കും കൊടുത്ത് പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ആണെങ്കിൽ ടൈമും ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നോമ്പൊക്കെ പറന്ന് അത് കഴിഞ്ഞ് ഇറച്ചിയും പത്തിരിയൊക്കെ കഴിച്ച്, പിന്നെ അത് കഴിച്ചപ്പോൾ പിന്നെ ഇറച്ചിയും പത്തിരിയൊന്നും വേണ്ട, നമുക്ക് നോമ്പായാൽ പിന്നെ നമുക്ക് ഫുഡ് വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.